നോക്കി നിൽക്കാണ്ട് പോയി ഭക്ഷണം വിളമ്പരാജി. ഞാനോ ഇതേ കട്ടിലിൽ ഇതേ വിരിവിരിച്ച് മുമ്പെങ്ങോ ഞാൻ കിടന്നിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അറിയില്ല. അറിയില്ല? എത്ര നാളായി മോളെ നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടിയിട്ട്. വേണ്ടുണ്ണേട്ടാ. എന്താ തുമ്പിയോ? വേണ്ട, അച്ഛന് വേറെ തുമ്പിയുണ്ട് ഇവിടെ. മോളും ചിന്നു ചേച്ചിയും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. അച്ഛമ്മയുടെ കൽഭരണി ശർക്കരയുണ്ട്. അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്നിരുന്ന് കളിക്കണം. കുറച്ചു കഴിഞ്ഞ് അച്ഛമ്മന്ന് മാളൂട്ടേന്ന് വിളിക്കും. ഓടി വരണം. അച്ഛല്ലേ ഇനി നിന്നെ വിടില്ല. കാപ്പി എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? വാ മോനെ, അമ്മയ്ക്ക് വിശക്കുന്നല്ലോ. പതിനാല് കരട്ടാ. അവിടെ ഇപ്പൊ ഇതൊരു ഫാഷനാ. വല്ലപ്പോഴും ചേഞ്ചിന് നിനക്ക് ഇവിടെ കിട്ടുന്നു കൊടുക്കാം. നിന്റെ നിറത്തിന് തിണങ്ങും. ഇതെങ്ങനെയുണ്ടമ്മേ? ഓ, എടുപ്പതുണ്ടല്ലോ. ഇത് തങ്കം വന്നോടാ? അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനൊന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ. തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടെ വിലാസിനി? ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലോ നോക്കാനുണ്ടോ? നോട്ടേമേ, നല്ല പാറ്റണ. സാരല്ല, അമ്മ എടുത്തോട്ടെ.
നേരത്തെ എഴുന്നേക്കേണ്ടതാ. നാളെ ശയനപ്രദക്ഷിണത്തിന് പോകുമ്പം അവന് നല്ല ശുദ്ധവും വൃത്തിയൊക്കെ വേണ്ടതാ. അതുകൊണ്ട് നീ മോളെ അവന്റെ കൂടെ കിടത്തിയേച്ചേ. നീ എന്റെ കൂടെ വന്ന് കിടന്നോ. നാരായണ, ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ, വന്ന് കിടക്കെന്റെ കാര്യേ. കഥ അടയ്ക്കട്ടെ. എന്റെ നടുവിന് എന്തൊരു വേദനയാ. നാരായണ, നാരായണ. രാജിയേ, ഇന്ന് അച്ഛനും മോളും കൂടെ അങ്ങ് ഉറങ്ങിയാ മതി. ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ. സാരമില്ലമ്മേ, ദേവർക്ക് നമ്മുടെ വിഷമം മനസ്സിലാവും. ഞാനാ ഉണ്ണി. ഉണ്ണിയായിരുന്നോ? എന്താ പുറത്ത്? ഉറക്കം വന്നില്ല അപ്പച്ചമ്മ. രാഘവട്ടം ഉറങ്ങില്ലേ? ഉറങ്ങി ഉറക്കം സുഖമായിട്ട് ഉറങ്ങി. ഞാനേ ഒരു കഷായം കുടിക്കുന്നുണ്ട്. ഓ. ഈ മൂത്രത്തിലെ കല്ലില്ലേ, ഓ. അത് അലിയിച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ, ബഹുകേമം. കേട്ടോ ഉണ്ണിയെ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു 3-4 തവണ ഒരു കുടം ഉണ്ടാവും പോവാൻ. ആ, ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാൽ വെറുതെ പോവും. ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. തെങ്ങിനെ ആ. ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പാങ്കാലത്ത് എങ്ങാനും ഒരു ഉറക്കം കിട്ടിയെങ്കിലായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. നമുക്ക് വല്ലതും പറഞ്ഞോണ്ട് നടക്കാം. ഞാനിപ്പോ ചെന്ന് ഉറങ്ങാനുള്ള ചില പരിപാടി. അതല്ലോ, അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാധാനമായിട്ടൊന്ന് കാണാനും പറ്റില്ല. ഞാനന്ന് തമാശക്ക് എടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ലൈസൻസ് ഉണ്ട്, അവിടെങ്ങാനും കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ? എത്ര കാലമാണ് ഉറക്കം വരുന്നുണ്ട്. എന്താ പതിവില്ലാതെ അടുക്കളയിലൊക്കെ? ആഹാ, എന്റെ ചേച്ചിയുടെ കൈപ്പുണ്യെന്ന് പറഞ്ഞാ ഇതിലും കാണാനുണ്ട്. സുഖിപ്പിക്കല്ലേ കുട്ട, ഇതേ രാജി വറുത്തു വെച്ചതാ. അല്ല പറഞ്ഞോളി, കക്ഷിയോടെ? ആ, അപ്പൊ അതറിയാനാ വന്നത്. ഏയ്, ഞാൻ ചുമ്മാ അങ്ങനെ കറങ്ങി വന്നപ്പോ അങ്ങനെ. അദ്ദേഹം നീരാട്ട് തുടങ്ങി തോന്നുന്നു. രാജി, ആ
ആ തുറക്ക്. എന്താന്ന് പറയാൻ? ഒരു കാര്യമുണ്ട്, തുറക്ക്. ഞാൻ കുളി കഴിഞ്ഞിട്ടില്ല. അതൊന്നും സാരമില്ലെന്ന് തുറക്ക്. അമ്മാവനെ. അമ്മാവൻ? ആ അമ്മാവന്റെ കാര്യം കുറച്ച് കുഴപ്പ, തുറക്ക്, പറയാം. എന്താ? അമ്മാവനെ. അയ്യോ, എന്താ ഉണ്ണേട്ടത്? വേണ്ട ഉണ്ണേട്ട, പുറത്തു പോ. വേണ്ട, പ്ലീസ് വാ. വേണ്ട. ആരുമില്ലെന്നേ. ഇല്ല ഇല്ല, ആവുന്നേ ഉള്ളൂ. ആ ഒന്ന് വേഗാട്ടെ. വെള്ളം ചൂടാറുവേ. പിന്നെ പുണ്ണി അന്വേഷിക്കണ കണ്ടു. വിലസിനേച്ചി ഒരു ഉപകാരം ചെയ്യോ? എന്താ? ആ അകത്തിരിക്കുന്ന സർപ്പം എടുത്തു തരുമോ? എവിടെയാ ഇരിക്കണേ? ആ അലമാരിയുടെ മുകളിൽ കാണും. ആ എന്ത് കണ്ടുപിടി? ഇവിടെ വാടി, ഇവിടെ ഇന്ന് ഞാൻ എന്റെ മാളുവമ്മേ. എന്താ ഇത്? ഇതാണ് നമ്മൾ അമേരിക്കയിൽ പണിയാൻ പോകുന്ന പുതിയ വീടിന്റെ പ്ലാൻ. ഹായ്, നോക്കട്ടെ. എന്നിട്ട് ഇതുവരെ എന്നെ കാണിച്ചില്ലല്ലോ. അതിന് നമുക്കൊരു സാവകാശം കിട്ടിയിട്ട് വേണ്ടേ? പ്ലാൻ എങ്ങനെയുണ്ട്? എന്തിനാ ഉണ്ണിയേട്ടാ വെറുതെ ഓരോ സ്വപ്നങ്ങള്? ഇതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ? വേണം. അതിനുള്ള ചില ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോണ് സംഭവങ്ങളൊക്കെ. സാധനം എങ്ങനെയുണ്ട് അത് പറ. ഇത് പോർച്ച്, ഡ്രോയിങ് റൂം, കിച്ചൺ, സ്റ്റോർ റൂം, ഇതൊരു ഓഫീസ് റൂം എനിക്ക്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, വെരി സ്പേഷ്യസ്. ഈ മുറി നമ്മുടെ മാളൂട്ടിക്ക്. അപ്പൊ ഈ മുറികളോ? മാളൂട്ടി ഇപ്പൊ തനിച്ചല്ലേ, അവക്ക് കൂട്ടുകൂടാനും കളിക്കാനും കുറെ അനിയന്മാരും അനിയത്തിയും. വേണ്ട ഉണ്ണേട്ടാ, നമുക്ക് മാളൂട്ടി മാത്രം മതി. ഇനിയൊരു കുഞ്ഞുകൂടി ഉണ്ടായാൽ നമ്മുടെ സ്നേഹം പകുത്തുപോകും. വേണ്ട, ഉണ്ണിയേട്ടന്റെ, എന്റെ, നമ്മുടെ സ്നേഹം മുഴുവനും മാളൂട്ടിക്ക് കിട്ടണം. സ്നേഹം മാത്രമല്ല, എല്ലാം. ശരിയാ, രാജി പറഞ്ഞാൽ ശരി. എല്ലാം നമ്മുടെ മാളൂട്ടിക്ക്. ഈശ്വര, ഇതെന്നും എനിക്ക് നിലനിർത്തി തരണേ.